എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ സാധ്യതകളുടെ വാതിൽ അടയാതിരിക്കണമെങ്കിൽ ഒന്ന്, ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കാണണം. ലോകത്തിന്റെ കണ്ണിലൂടെ കണ്ട നിരാശയാണ്. രണ്ട്, ദൈവം മുമ്പിൽ കയറി നിൽക്കാൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് പരാജയപ്പെടത്തില്ലെന്ന് ഉറപ്പ് എനിക്ക് പറയാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എൻ്റെ പ്രാർത്ഥന. രണ്ട്, എൻ്റെ വിശ്വാസം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസവും പരാജയപ്പെട്ട പിന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സാക്ഷിയായിരിക്കണം. ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടാൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം അത് പരാജയപ്പെടത്തില്ലെന്ന് ഉറച്ച വിശ്വാസമുള്ള വ്യക്തി, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഒരു മറയില്ലാതെ കരയാനും ഒരു മറയില്ലാതെ യാചിക്കാനും നമുക്ക് നമ്മുടെ കർത്താവല്ലേ ഉള്ളൂ. ബാക്കി മനുഷ്യന്റെ മുമ്പിലൊക്കെ കൈ നീട്ടുകയാണല്ലോ, മനുഷ്യൻ പരിഹസിക്കും കേട്ടാ. മനുഷ്യൻ മാറി അവിടെ കയ്യിലിരിപ്പിന്റെ അതൊക്കെയാണ് മനുഷ്യൻ പറയാൻ പോകുന്നത്. മനുഷ്യനിൽ ആശ്രയം വെക്കരുത്. ഒരു മറയില്ലാതെ നമുക്ക് മനുഷ്യന്റെ മുമ്പിലൊക്കെ നിൽക്കാം, പക്ഷേ ഒരു മറയില്ലാതെ കരയാനും ഒരു മറയില്ലാതെ യാചിക്കാനും നമുക്ക് നമ്മുടെ കർത്താവ് മാത്രമേ. അതുകൊണ്ട് ദൈവം മുമ്പിൽ കയറി നിൽക്കാൻ പഠിക്കണം. ദൈവസന്നിധി കയറി നിൽക്കാൻ പഠിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ.